ഞാനിപ്പോൾ ഉള്ളത് വാലി ഓഫ് ഫ്ലവേഴ്സിലാണ്. ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്, ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നു, പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ ലൈക്ക് മലയാളികളെയും അല്ലാണ്ട് കുറേ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ, നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ പൂക്കളുണ്ടോയെന്ന് ഇല്ലയോ, പൂക്കളായോ എന്ന് ചോദിക്കുന്നവർക്ക് ഇന്ന് ജൂലൈ 28, ഇന്നിവിടെ നിറച്ച് പൂക്കളുണ്ട്, എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രെക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് യെസ്, പറ്റും. പക്ഷേ നിങ്ങൾ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യണം. ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ചധികം, അതായത് 2 ആഴ്ചയെങ്കിലും നിങ്ങൾ മിനിമം ഒരു 5 kg ബാക്ക് പാക്ക് ഒക്കെ എടുത്ത് നിങ്ങളൊന്ന് കുറച്ച് നടന്ന് ഒരു പ്രാക്ടീസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ പുൽന ടു ഗാംഗ്രിയ ഉള്ള ട്രെക്ക് ഇച്ചിരി ടഫാണ്, നമ്മുടെ കയ്യിൽ അത്യാവശ്യം ലഗേജും കാണും. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ളത് ഗാംഗ്രിയ ടു വാലി ഓഫ് ഫ്ലവേഴ്സ് കുറച്ച് റിസ്കി പാത്താണ്. അതായത് ഒരു സൈഡ് നേരെ താഴെ പുഷ്പാവതി റിവറാണ്, നമ്മൾ ആ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ കുറച്ച് റിസ്ക്കിയാണ്, പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വർത്തിട്ടാണ്. അപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഓഗസ്റ്റ് തീരുന്നതിന് മുന്നേ വരിക, അന്നേരത്തേക്ക് ഇവിടുത്തെ പൂക്കളൊക്കെ തീർന്നു പോകും. പിന്നെ ഇന്നലെ പുൽന ടു ഗാംഗ്രിയ, ഇന്ന് ഗാംഗ്രിയ ടു വാലി ഓഫ് ഫ്ലവേഴ്സ്, പിന്നെ നാളെ ഗാംഗ്രിയ ടു ഹേംകുണ്ട് സാഹിബ്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റന്നാൾ രാവിലെ ഇവിടുന്ന് തിരിച്ച് ഇറങ്ങും ഗോവിന്ദ് ഘട്ടിലേക്ക്.